ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ യൂണിവേഴ്സിറ്റി LGS അതുപോലെ LGS മെയിൻസിനായിട്ടുള്ള സിലബസ് വൈസ് ആയിട്ട് SCRT പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു അധ്യായത്തിലോട്ട് കടക്കുകയാണ്. 8ാം ക്ലാസ്സിലെ പാഠം 1 കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. എന്താണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന അധ്യായം? നോക്കാം, പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് പോയിന്റ്, വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോസ്കോപ്പാണ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നു. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നു. മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണവും സമതല ദർപ്പണവുമാണ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ചോദിച്ചാൽ ഏതാണ്? കോൺകേവ് ദർപ്പണവും സമതല ദർപ്പണവും. മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്നത് ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. അടുത്തത്, ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ് അല്ലെ. റോബർട്ട് ഹുക്കാണ് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത്. കോശകേന്ദ്രം ന്യൂക്ലിയസ് ആണെന്ന് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. 1831 കോശകേന്ദ്രം ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. കോശകേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ തന്നെയാണ്. റോബർട്ട് ബ്രൗൺ തന്നെയാണ് കോശകേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MG ഷ്ലീഡൻ ആണ്. 1838 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MG ഷ്ലീഡൻ ആണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. 1839 ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ ആണ്. 1858 പിവയ്ക്കുവാണ്. എന്താണ്? റുഡോൾഫ് വിർഷോ 1858 എന്ത് കണ്ടെത്തി? വിഭജിക്കുന്ന കോശങ്ങളിൽ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MG ഷ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? MG ഷ്ലീഡനും തിയോഡർ ഷ്വാനും. കോശ സിദ്ധാന്തം എന്താണ് പറയുന്നത്? എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നതാണ് കോശ സിദ്ധാന്തം. എന്താണ് കോശ സിദ്ധാന്തത്തിൽ പറയുന്നത്? എല്ലാ ജീവശരീരവും കോശത്താൽ നിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശത്തിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. എന്തെല്ലാമാണ് കോശത്തിന്റെ ധർമ്മങ്ങൾ? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്നാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളത് കോശദ്രവ്യത്തിലാണ്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളത് കോശദ്രവ്യത്തിൽ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ്. എന്താണ്? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. കോശത്തിലെ ഊർജ്ജ നിലയങ്ങൾ മൈറ്റോകോൺട്രിയ. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗം മൈറ്റോകോൺട്രിയ. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് ഈ പദാർത്ഥ സംവഹനം? ഒരു സ്ഥലത്ത് നിന്നുള്ള പദാർത്ഥങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്
അല്ലേ? അതാണ് ഈ സംവഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം തന്നെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അതുകൊണ്ട് തന്നെ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം റൈബോസോം. PYQ ആണ്. അടുത്തത് ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഏതാണ്? ഫേനം. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. നോക്കൂ, അടുക്കടുക്കായി വെച്ചിട്ടുണ്ടാവും അല്ലേ? അതാണെന്ത്? ഗോൾജി കോംപ്ലക്സ്. നമ്മൾ ഒരു കോശത്തിന്റെ സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ആ ഒരു പിക്ചർ എടുത്ത് നോക്കുക. ഗോൾജി കോംപ്ലക്സ് കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രന്ഥി കോശങ്ങൾ. അപ്പോൾ ഗ്രന്ഥികളിലാണ് എന്ത്? രാസാഗ്നികളും ഹോർമോണുകളൊക്കെ കൂടുതലുള്ളത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾജി കോംപ്ലക്സ് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഗ്രന്ഥി കോശങ്ങൾ. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. എന്താണ്? പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന മൈക്രോസ്കോപ്പാണ് എന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്. എന്താണ്? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് എന്ത്? മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം. മർമ്മകത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം ഏതാണ്? മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിലാണ്. ഈ ക്രൊമാറ്റിൻ ജാലികയും മർമ്മവും എവിടെയാണ് കാണപ്പെടുന്നത്? മർമ്മദ്രവ്യത്തിൽ. മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് മർമ്മസ്തരം. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. അപ്പോൾ ജീനുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ക്രൊമാറ്റിൻ ജാലിക. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. നമ്മൾ ഈ ആസ്യരന്ധ്രം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ്? സസ്യങ്ങളിലെ വായു സഞ്ചാരത്തിനായി അടിയിലൊക്കെ കാണപ്പെടുന്ന സുഷിരങ്ങളാണ് എന്തെന്ന് പറയുന്ന ആസ്യരന്ധ്രം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ മർമ്മത്തിൽ എന്താണ്? കുറേ സുഷിരങ്ങളുണ്ട്. ഇവ മർമ്മരന്ധ്രം എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനാണിത്? ഇത് പദാർത്ഥ സംവഹനത്തിനെ സഹായിക്കാനാണ് ഈ മർമ്മരന്ധ്രം ഉള്ളത്. മർമ്മം കാണപ്പെടുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് യൂകാരിയോട്ടുകൾ. നിങ്ങൾ ക്യാരി ചെയ്യേണ്ട, എൻ്റെ കയ്യിലില്ല. ഓക്കെ, നിങ്ങൾ ക്യാരി ചെയ്തോളൂ, എൻ്റെ കയ്യിലില്ല. അപ്പം എന്താണ്? യൂകാരിയോട്ടുകൾ. മർമ്മം കാണപ്പെടുന്ന കോശങ്ങൾ യൂകാരിയോട്ടുകൾ. അപ്പം മർമ്മം കാണപ്പെടാത്തതോ? പ്രൊകാരിയോട്ടുകൾ. നോക്കാം. യൂകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവ. എന്താണ്? യൂക്കാരിയോട്ടുകൾക്ക് ഉദാഹരണം അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയെല്ലാം യൂക്കാരിയോട്ടുകളാണ്. മർമ്മം കാണപ്പെടാത്ത കോശങ്ങളാണ് പ്രൊക്കാരിയോട്ടുകൾ. എന്താണ്? പ്രൊക്കാരിയോട്ടുകൾ. പ്രൊക്കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ പ്രൊക്കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും അതുപോലെ കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. ജീവസ്തരങ്ങൾ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് വരണധാര്യ സ്തരങ്ങൾ. വരണധാര്യ സ്തരങ്ങൾ എന്നാണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ജീവസ്തരങ്ങൾ എന്താണ്? ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് വരണധാര്യ സ്തരങ്ങൾ എന്നാണ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവകണം അഥവാ പ്ലാസ്റ്റിഡ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ജൈവകണം അഥവാ പ്ലാസ്റ്റിഡ്. ജൈവകണങ്ങൾ 3 തരമാണ്: വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. അപ്പോൾ ഈ നിറങ്ങളുള്ള കണങ്ങളാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ജൈവകണങ്ങൾ എന്നറിയപ്പെടുന്നത്. അത് ഏതിൻ്റെയാണ് പ്രത്യേകത? സസ്യകോശങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ജൈവകണങ്ങൾ 3 തരമുണ്ട്: വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം അല്ലെ? പ്രകാശ സംശ്ലേഷണത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ജൈവകണമാണ് ഇത് ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണമാണ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് ആരാണ്? വർണ്ണകണമാണ് അഥവാ ക്രോമോപ്ലാസ്റ്റ്.
നോക്കാം. പ്രധാന വർണ്ണകണങ്ങൾ. സാന്തോഫിൽ ഉണ്ടെങ്കിൽ മഞ്ഞ നിറം ലഭിക്കും അല്ലേ. കരോട്ടിനാണെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ആന്തോസയാനിൻ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, പർപ്പിൾ, നീല എന്നീ നിറങ്ങൾ നൽകുന്നത് ആരാണ്? ആന്തോസയാനിൻ. അപ്പോൾ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫില്ലാണ്. അതുപോലെ സസ്യങ്ങൾക്ക് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ്. ചുവപ്പ്, പർപ്പിൾ, നീല എന്നീ നിറങ്ങൾ നൽകുന്നത് ആരാണ്? ആന്തോസയാനിനാണ്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണം അറിയപ്പെടുന്നത് ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ്റ്റ് എന്നാണ്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണം ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നു. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ജൈവകണമാണ് ശ്വേതകണം. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ജൈവകണമാണ് ശ്വേതകണം. പാകമാകുന്നതനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായും അന്നജം പഞ്ചസാരയായും മാറുന്നു. അതുപോലെ എന്താണ്, സസ്യങ്ങളിലെ ഫലങ്ങൾ പാകമാകുന്നതോടുകൂടി എന്താവും? അതിൻ്റെ നിറങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടും അല്ലേ. അപ്പോൾ ഈ വർണ്ണകണങ്ങളായി മാറും. കണങ്ങൾ എന്തായി മാറും? ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറും. അതുപോലെ തന്നെ അന്നജം പഞ്ചസാരയായി മാറും അല്ലേ. പഴുക്കുന്ന സമയത്ത് അതിന് മധുരം വേണ്ടേ. അപ്പോൾ അന്നജം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അന്നജം എന്തായി മാറും? പഞ്ചസാരയായും മാറുന്നു. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കോശഭിത്തി, ഹരിതകണം, ഫേനം എന്നിവ. അപ്പോൾ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും കോശങ്ങളുടെ വ്യത്യാസം ചോദിക്കും. അപ്പോൾ എന്താണ് സസ്യകോശങ്ങളുടെ പ്രത്യേകത? സസ്യകോശങ്ങളിൽ എന്തുണ്ട്? കോശഭിത്തിയുണ്ട്, ഹരിതകണമുണ്ട്, ഫേനമുണ്ട്. അപ്പോൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കോശഭിത്തി, ഹരിതകണം, ഫേനം എന്നിവ. ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗങ്ങൾ ഏതെല്ലാമാണ്? സെൻട്രോസോം, ലൈസോസോം എന്നിവ ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗങ്ങളാണ്. ഏതെല്ലാമാണ്? സെൻട്രോസോം, ലൈസോസോം. അടുത്തത്, കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. അപ്പോൾ ഈ സെൻട്രിയോളുകൾ എവിടെ കാണപ്പെടുന്നത്? സെൻട്രോസോമിൽ. അതെന്താണ് ചെയ്യുന്നത്? കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന കോശഭാഗമാണ് ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന കോശഭാഗമാണ് ലൈസോസോം. ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലൈസോസോമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്